അപ്പോൾ റിട്ടയർമെന്റ് ഒക്കെയും കഴിഞ്ഞ് വീട്ടിലെ പേരക്കുട്ടികളൊക്കെ നോക്കി നടക്കുന്ന അല്ലെങ്കിൽ സർവീസിലായിരുന്ന കാലത്ത് പറമ്പിലിറങ്ങി പണിയെടുക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം ഇപ്പൊ പറമ്പിലിറങ്ങി പണിയെടുത്ത് തീർക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നുമല്ല വെറുതെ പെൻഷൻ അടിച്ച് രണ്ടെണ്ണമൊക്കെ അടിച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പന്മാർക്കും അമ്മമാർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ ഇൻകത്തിന്റെ ടാക്സേഷനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പ്രായത്തിന്റെ മൂപ്പനുസരിച്ച് ആദ്യം തന്നെ ഇൻകം ടാക്സുകാർ നിങ്ങളെ രണ്ട് തരത്തിൽ തിരിച്ചിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസ് ആയിട്ടും അതേപോലെ തന്നെ 80 വയസ്സിന് മുകളിലുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസുമായിട്ടാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ബേസിൽ തന്നെ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം തീരുമാനിച്ചിരിക്കുന്ന സ്ലാബും വ്യത്യാസമുണ്ട്. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് 3 ലക്ഷത്തിന് മുകളിലേക്ക് നിങ്ങളുടെ വരുമാനം വരുന്നത്. അതായത് നിങ്ങളുടെ പെൻഷൻ ഇൻകവും പിന്നെ അതേപോലെ തന്നെ ആയ കാലത്ത് അധ്വാനിച്ച് ബാങ്കിലൊക്കെ കുത്തിയറച്ച് വെച്ചിരിക്കുന്ന ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഇൻകവും മറ്റു പല ഇൻവെസ്റ്റ്മെന്റിൽ നിന്നൊക്കെയുള്ള ആദായങ്ങളെല്ലാം കൂടി കൂട്ടി 3 ലക്ഷത്തിന് മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് ഇൻകം ടാക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരാം. ഇനി അതേപോലെ തന്നെ 5 ലക്ഷത്തിന് മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ഇൻകം ടാക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട വരിക, അതിന്റെ ITR ഫയലിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട വരിക. അപ്പോൾ ഇങ്ങനെ 3ഉം 5ഉം ക്രോസ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിലേക്കും കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് ആ റിസീവ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് കമ്മ്യൂട്ടഡ് പെൻഷനും, രണ്ട് കമ്മ്യൂട്ട് ചെയ്യാത്ത പെൻഷനും. ഇനി കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ, അതായത് നിങ്ങളുടെ 55 വയസ്സിലോ അല്ലെങ്കിൽ 60 വയസ്സിലോ റിട്ടയർമെന്റ് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലിരിക്കുന്ന ആ ലക്ഷക്കണക്കിന് എമൗണ്ട് ഒറ്റയടിക്ക് വേണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇത്രയും നാൾ ശീലിച്ച പോലെ തന്നെ സാലറി മാസാമാസം കിട്ടി, അപ്പോൾ പെൻഷനും എനിക്ക് മാസാമാസം മതി എന്ന് തീരുമാനിക്കുന്നതിന് പറയുന്നതാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കേസ് വരാം, പകുതി കമ്മ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് കമ്മ്യൂട്ട് ചെയ്തു, ബാക്കി എമൗണ്ട് മാസാമാസം മതി എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ 3 തീരുമാനങ്ങൾ നിങ്ങൾ എടുത്താലും അതിന്റെ ടാക്സിബിലിറ്റിക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, അതായത് ആ ഒരു എമൗണ്ട് മുഴുവൻ ഒറ്റ സമയത്ത് തന്നെ ഒറ്റ തവണയായിട്ട് നിങ്ങൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്, അതിന് ടാക്സ് ലയബിലിറ്റി ഇല്ല. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാണ് വ്യത്യാസം വരുന്നത്. നിങ്ങൾക്ക് മുഴുവൻ എക്സെപ്റ്റഡ് അല്ല, നിങ്ങൾ കമ്മ്യൂട്ട് ചെയ്തെടുക്കുന്ന പെൻഷന്റെ പകുതി എമൗണ്ട് ടാക്സബിൾ ആണ്, ബാക്കി പകുതി എക്സെപ്റ്റഡ് ആണ്. പകുതി എമൗണ്ടിന് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ലാബ് റേറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ടാക്സ് ചെയ്യും. ഇനി ഈ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പെൻഷന്റെ ഒപ്പം മറ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയ ഗ്രാറ്റുവിറ്റിയും കൂടി നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/3 ഓഫ് ദ എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുക. ബാക്കി 2/3 ഓഫ് ദ പെൻഷൻ എമൗണ്ടിലും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ലാബ് റേറ്റിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലാണ് കമ്മ്യൂട്ടഡ് പെൻഷന്റെ ടാക്സേഷൻ നിയമങ്ങൾ പറഞ്ഞിരിക്കുക. ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷന്റെ കേസിൽ, അതായത് നിങ്ങൾ ഇത്രയും നാൾ ശീലിച്ച ആ സാലറി കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ പെൻഷൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ടാക്സ് ട്രീറ്റ്മെന്റ്. എങ്ങനെ സാലറി ടാക്സ് ചെയ്തു അതേപോലെ തന്നെ ഈ കിട്ടുന്ന പെൻഷനും ടാക്സ് ചെയ്യും, ഒരു വ്യത്യാസങ്ങളും ഇല്ല. നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിക്ക് കിട്ടുന്നത് പോലെ തന്നെ പെൻഷൻ ഇൻകത്തിനും 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ യാതൊരു വ്യത്യാസങ്ങളും ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പെൻഷൻ ഇൻകത്തിൻ്റെ ടാക്സേഷൻ. ബേസ്ഡ് ഓൺ കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ കമ്മ്യൂട്ട് ചെയ്തിട്ടില്ല ഇതിനനുസരിച്ചാണ് ഇതിൻ്റെ ലോ കുറച്ച് കോംപ്ലിക്കേഷൻ, കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു 3 സ്പെഷ്യൽ മെൻഷൻ കൂടിയും എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സീനിയർ സിറ്റിസൺസിൻ്റെയും കേസിൽ സംസാരിച്ച്, അപ്പോൾ സീനിയർ സിറ്റിസൺസിന് മിക്കവർക്കും ബാങ്കിൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അബോവ് 50,000 ഒരു ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കുകാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് TDS കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. TDS കട്ട് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമല്ല, TDS കട്ട് ചെയ്യും. അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ 5 ലക്ഷത്തിന് താഴെ പെൻഷൻ ഇൻകം ഇൻട്രസ്റ്റ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ TDS പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും, അത് റീഫണ്ടായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ TDS കട്ട് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഫോം 15H ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ TDS പിടിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർക്കുക. അതാണ് സ്പെഷ്യൽ മെൻഷൻ 1 എന്ന് പറയുന്നത്.
ഇനി സ്പെഷ്യൽ മെൻഷൻ 2 എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ്റെ കേസിലാണ്. ചിലവരുടെ കേസിൽ വരുന്നതാണ്. അതായത് പെൻഷൻ കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ സ്പൗസിനൊക്കെയും ആ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുന്നതിന് പറയുന്നതാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മുഴുവൻ കമ്മ്യൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ, അത് ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും ഫാമിലി പെൻഷൻ്റെ കേസിൽ ഫുള്ളി എക്സെംപ്റ്റഡ് ആണ്. ഇനി കമ്മ്യൂട്ട് ചെയ്തല്ല, അൺകമ്മ്യൂട്ടഡ് ആയിട്ടാണ് എടുക്കുന്നത്, മാസാമാസം റിസീവ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഒരു 15,000 ഡിഡക്ഷൻ കിട്ടും. അല്ലെങ്കിൽ കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ 1/3 ഓഫ് എമൗണ്ട് എക്സെംപ്റ്റഡ് ആയിട്ട് കിട്ടും. ബാക്കി എമൗണ്ട് സാധാരണ സ്ലാബ് റേറ്റിൽ തന്നെ ടാക്സ് ചെയ്യും. അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ ഇപ്പോൾ സ്പൗസിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബേസിക് എക്സംഷന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്ന ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ മാത്രമായിട്ട് ബേസിക് എക്സംഷന് മുകളിലാണെങ്കിൽ അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ലാബ് റേറ്റിൽ ഇതിന് ടാക്സേഷൻ വരും. അത്രേ ഉള്ളൂ. പിന്നെ സ്പെഷ്യൽ മെൻഷൻ 3 എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് 2 വർഷം മുൻപ് ഇൻകം ടാക്സ് ആക്ടിൽ ഇൻസേർട്ട് ചെയ്ത ഒരു സെക്ഷനാണ്. സെക്ഷൻ 194P എന്ന് പറയുന്നത്. അതായത് സീനിയർ സിറ്റിസൺസിനോടുള്ള വീണ്ടും ഒരു റെസ്പെക്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചതാണ്. 75-75 മുകളിലും പ്രായമുള്ള വ്യക്തികൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു ഉത്തരവാദിത്തം, ടാക്സ് പിടിക്കേണ്ടതും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതിൻ്റെയും ഉത്തരവാദിത്തം ബാങ്കുകാരെ ഏൽപ്പിക്കുന്നതാണ്. കണ്ടീഷനുണ്ട്. അതായത് 75 മുകളിലും പ്രായമുള്ള അപ്പാപ്പന്മാരും അമ്മമാരുമാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഈ പെൻഷൻ ഇൻകം ക്രെഡിറ്റ് ആവുന്ന ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും മാത്രമാണെങ്കിൽ ബാങ്കുകാർക്ക് ഒരു ഫോം 12 BBA എന്ന് പറഞ്ഞിട്ട് പൂരിപ്പിച്ചങ്ങോട്ട് കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. നിങ്ങൾ ഈ വർഷാവസാനം അല്ലെങ്കിൽ ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഈ കണ്ട ഓഫീസുകളിലൊക്കെയും കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സെക്ഷനാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പെൻഷൻ്റെ കേസിൽ പറയാൻ. എനിക്ക് തോന്നുന്നു പെൻഷൻ്റെ കേസിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.